ഇന്ന് അമാവാസിയാണല്ലോ. ഇന്ന് രാത്രി മുഴുവനും ഞാൻ നാഗരൂപത്തിലായിരിക്കും. ആരുടെയും കണ്ണിൽ പെടാതെ കൊട്ടാരത്തിൽ കഴിയണമല്ലോ. ഈ സമയത്ത് എന്തിനാണോ ഭൈരവി വന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താ ഗംഗേ, എന്താ നീ വല്ലാതിരിക്കുന്നേ? ഞാൻ അരുണിനൊന്നും ചെയ്യില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? നീ ഇങ്ങനെ വിഷമിക്കുന്നത് മറ്റാരെങ്കിലും കണ്ട അവർക്ക് സംശയം തോന്നില്ലേ? പക്ഷെ ഞാൻ എന്താ ചെയ്യാ? അരുണേട്ടനെ പറ്റിയുള്ള ചിന്തകളാ. എനിക്കെന്തോ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നുക. ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോവാ. ശരി, അതൊക്കെ നിന്റെ ഇഷ്ടം. ഗംഗേ, നീ ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ പൂർണ്ണമായും അനുസരിച്ചവളാണ്. നിനക്ക് നിന്റെ ഭർത്താവിനെ വേണം, എനിക്ക് ആ കാലചക്രവും വേണം. നീ എവിടെ പോയാലും എന്ത് ചെയ്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇവളുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു. ഇനി മറ്റുള്ളവർക്ക് സംശയമുണ്ടാകാത്ത രീതിയിൽ ഇവിടുന്ന് പോണം. പറഞ്ഞ ഉടനെ തന്നെ നീ പോയല്ലേ? എന്നെ കാണുമ്പോഴൊക്കെ ഭയം കൊണ്ട് വിറയ്ക്കുക ഗംഗേ നീ. അമാവാസ പൂജ ആരംഭിക്കേണ്ടതുണ്ട്. അച്ഛാ, അച്ഛാ എഴുന്നേക്ക്, എഴുന്നേക്കാനാ പറഞ്ഞേ. ഗംഗ ഈ രാത്രിയിൽ എന്തിനാ ഇപ്പൊ ഔട്ട് ഹൗസിലേക്ക് പോകുന്നത്? അച്ഛാ, എന്താ മോളെ ഈ നേരത്തെ ഇവിടെ? അച്ഛാ, ഞാനിന്ന് ഇവിടെ ഔട്ട് ഹൗസിലേക്ക് കിടക്കാൻ പോന്നെ. എന്നെ നേരെ വെളുത്തിട്ട് വിളിച്ചാ മതി. എന്താ മോളെ ഇവിടെ വന്ന് കിടക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗംഗേ? ഏയ് അങ്ങനെയൊന്നുമില്ല അച്ഛാ. ഇന്നെന്തോ എനിക്ക് ഇവിടെ വന്ന് കിടക്കണമെന്ന് തോന്നി. ഞാൻ ഇന്ന് ഇവിടെ കിടന്നോളാം അച്ഛാ. ആര് വന്ന് ചോദിച്ചാലും എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക്. ആ ശരി മോളെ, ചെല്ല്. ഗംഗ എന്തിനാ തനിച്ചിങ്ങോട്ട് വന്നത്? അവളും അരുണും തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഔട്ട് ഹൗസിൽ കിടന്നുറങ്ങുന്ന എന്തിനാ? ഗംഗയോട് തന്നെ പോയി ചോദിക്കാം. ഇതെന്താ പ്രേതാത്മാവിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നേ? അതും കൊട്ടാരത്തിന്റെ അകത്തു നിന്നാണല്ലോ. അവിടെ കൊട്ടാരത്തിൽ എന്തോ പുതിയ പ്രശ്നമുണ്ട്. എന്തായിരിക്കും പ്രശ്നമെന്ന് മാധവിയോട് തന്നെ ചോദിക്കാം. ആരോ കരയുന്ന പോലെ ഒരു ഭീകര ശബ്ദം കേട്ടു ഞാൻ. നിങ്ങൾ കേൾക്കുന്നില്ലേ? ഒരു പ്രേതാത്മാവിന്റെ ശബ്ദം പോലെ ഇല്ലേ? ഇതാ ഞാൻ പറഞ്ഞേ. ഇത് അമാനുഷികമായ ശബ്ദമാണ്. ഇത് ഈ കൊട്ടാരത്തിൽ നിന്ന് കേൾക്കുന്നത് എങ്ങനെയാണ്?
പിടിക്കണം മുള്ളി. അവൾ കിടന്നിട്ട് പൊളയല്ലേ. ഓം കാളി ശൂലിനി മഹാകാളി ചെല്ലാനമ്മേ ശരണം ഭദ്രകാളിയേ നമഃ. അടങ്ങി കിടക്കണേ. എത്ര നേരെ കിടന്നു. കവിതയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ശരിക്കും പിടിച്ചോമേ, ഞാൻ ഇവിടെ കെട്ടണം. ആ സൈഡിലേക്ക് പിടിച്ച് കിട്ടുക. അയ്യോ, ഇന്ന് അമാവാസിയല്ലേ? കവിത ഇന്ന് ശാന്തമാക്കാൻ പ്രയാസമാണ്. ഇന്നത്തെ കാര്യം ഞാൻ മറന്നല്ലോ. ഇവളിങ്ങനെ കരയാൻ തുടങ്ങിയ മാധവി അവളെ കണ്ടുപിടിക്കുന്നതാണ്. കെട്ടിയോടാ അവിടെ. കെട്ടിയാണ് ഇവിടുന്ന് മര്യാദ കിടക്കണ്ടേ? ഇവക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നമുക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റില്ല. മോളായി പോയി നടി വായലൊട്ടിക്കളിയത്. ഈ ഭാഗത്തുനിന്ന് കേൾക്കുന്നേ. പോലുള്ള ശബ്ദം കേൾക്കുന്നല്ലേ? എന്താടാ, ഒന്ന് പോയി നോക്ക്. നീ നിനക്കൊന്നും കേൾക്കാൻ പാടില്ലടാ. ശബ്ദം കേട്ടു ഞാനിങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് എന്റെ ചേച്ചിയെ. എവിടാ നിന്റെ കെട്ടിയോള് ദേവി? അവക്ക് ശബ്ദം ഒരു വിഷയമല്ല ചേച്ചിയെ. കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുക. ഈ കൊട്ടാരത്തിൽ ഏത് സമയത്ത് എന്ത് നടക്കുമെന്ന് ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയായി. എന്തൊരിത്? അന്ന് ആ കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് കേട്ടോണ്ടിരുന്ന ശബ്ദമല്ലേ ഇപ്പൊ വീണ്ടും കേൾക്കണത്? അമാവാസി ദിവസത്തെ ആത്മാക്കൾക്ക് ശക്തി കൂടുമെന്നാണ് തീരുമായി പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇന്ന് ആരുടെ ചോരയാണോ എന്തോ ഈ പ്രേതം കുടിക്കാൻ പോണത്. എടി, നീ എന്താടി ഇങ്ങനെ ബാധ കയറിയ പോലെ നിൽക്കുന്നേ? അല്ലമ്മ, അന്ന് ആ കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കേട്ടോണ്ടിരുന്ന അതേ ശബ്ദം തന്നെയല്ലേ ഇന്നിപ്പോ ഈ കൊട്ടാരത്തിന്റെ അകത്തുനിന്ന്? എടി, ഇനി മിണ്ടിയോ അരിഞ്ഞു വീഴ്ത്തും ഞാൻ. ആ ശബ്ദം ഇല്ലാതെയായി. എവിടുന്നാ വന്നേന്ന് മനസ്സിലാകുന്നുമില്ല. ജാനകി, നീ ആ ഭാഗത്തേക്ക് നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. എടാ, ആരോ വരുന്നുണ്ട്. പുറപ്പെട്ടത് മൂട്. ശരിക്കും മൂടില്ലേ? മര്യാദക്ക് ഇരിക്കടി. എന്തമ്മേ? ഇതുവരെ ഉറങ്ങിയില്ലേ നിങ്ങൾ? ഇവക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതൊന്നുമില്ല. വെളിയിൽ നിന്നെന്തോ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചുറങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന് പോയതാ. ആ ശബ്ദം എവിടുന്നാ കേട്ടതെന്ന് തനിക്കറിയോ? വെളിയിൽ എവിടുന്ന കേട്ട പോലെയാ എനിക്ക് തോന്നിയത്. അപ്പൊ ശരി, ഞാൻ അത് കണ്ടുപിടിച്ചോളാം. ഈശ്വര, കണ്ടുപിടിക്കില്ലേ? ഒരു കണക്കിനാ മാധവി ഇവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞയച്ചത്. നാളെ തന്നെ ഇവളെ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്തോ ദർഗയിലേക്ക് കൊണ്ടുപോയി ശരിപ്പെടുത്തണം. ഈ നേരത്ത് അരുണേട്ടൻ എവിടെ പോവാ?
എന്നെ കിട്ടിയിട്ട് എന്നെ വാങ്ങിട്ടല്ലേ നിങ്ങള് കൊല്ലും നിങ്ങളെ ഞാൻ. അയ്യോ, പുറത്തേക്ക് പോയി ഇവിടെ ആകെ കുളവാക്കുന്ന തോന്നുന്നേ. ഇന്നത്തെ ദിവസം നിനക്ക് ശാന്തമായിട്ടിരിക്കാനാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത്. നിന്നെ ഞാനിപ്പോ ശാന്തമാക്കാം കവിതേ. നീ സമാധാനമായിട്ടിരിക്കെ. ചേച്ചി ചേച്ചി അച്ഛാ, എന്താ ചെയ്ത്? അരുണും ആ പ്രേതം കൂടി കെട്ടിപ്പിടിക്കുന്ന കണ്ടില്ലേ? ഇനി ചിലപ്പോ മായയുടെ ശരീരത്തിനുള്ളിൽ ജാനകിയുടെ ആത്മാവായിരിക്കും ഉള്ളത്. നിനക്കത് അരുണും ആത്മാവായിട്ടാണോടാ തോന്നുന്നേ? എനിക്കത് അരുണും മായയുമായിട്ടാ തോന്നുന്നേ. എടാ, എനിക്ക് അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യാനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞിരിക്കുക. ഇനി യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. നീ പോയി കിടന്നോ. എന്തുപറ്റി? മായ്ക്കെന്താ വല്ല അസുഖം ബാധിച്ചിരിക്കുക? ഇവളെന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇതുപോലെ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോ നമ്മൾ വേണം അവളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ. സ്നേഹത്തോട് സംസാരിച്ച് അവളെ ശാന്തമാക്കണം. മായ നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. ഇനി ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അറിഞ്ഞിട്ടത് എങ്ങനെയാ ഈ ആത്മാവിന് ഇപ്പൊ ശാന്തിയാക്കാൻ കഴിഞ്ഞത്? എന്തൊക്കെയാടാ ഇത്? ധർമ്മേട്ട,
അമാനുഷിക ശബ്ദത്തിൽ കരഞ്ഞത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആരാത്? ആരാണെന്ന് പറയ. മായ മാധവി അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നേ. മായയോ? അതൊരു അമാനുഷിക ശബ്ദമായിട്ടാണല്ലോ എനിക്ക് തോന്നിയത്. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അരുണേട്ടനാണ് ആ സമയത്ത് അവിടെ വന്ന് അവളെ ശാന്തയാക്കിയത്. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അരുണേട്ടനാണ് ആ സമയത്ത് അവിടെ വന്ന് അവളെ ശാന്തയാക്കിയത്. മായ കരയുന്നത് കേട്ടപ്പോ എനിക്ക് കവിതയുടെ ശബ്ദം പോലെയാ തോന്നിയത്. ഒരു പക്ഷേ ഇനി മായയുടെ ശരീരത്തിൽ കവിതയുടെ ആത്മാവുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ തന്നെ അരുൺ പറഞ്ഞപ്പോൾ അവൾ ശാന്തിയായി എന്നല്ലേ പറഞ്ഞത്? അതപ്പോ എങ്ങനെ സാധിക്കും? എനിക്കിപ്പോ അത് അരുണേട്ടനാണെന്ന് തോന്നുന്നേയില്ല. അതെന്താ അങ്ങനെ തോന്നാൻ? കാരണം ഒരു ദിവസം ഗംഗ എന്നോട് എന്തോ പറയാൻ വന്നതാ. പക്ഷെ അരുണിനെ കണ്ടപ്പോ അവള് പറയാതെ പോയി. ഗംഗയും ഇപ്പോ പഴയ പോലെയൊന്നും അല്ല മാധവി. അവൾക്ക് ഈയിടെയായിട്ട് എന്തോ മനപ്രയാസമുണ്ട്. ഇതെല്ലാം മുൻനിർത്തി ആലോചിക്കുമ്പോ അത് അരുണേട്ടനാവാൻ ഒരു സാധ്യതയില്ല. നീ പറയുന്നത് ശരിയാണ് ജാനകി. അരുണായി നമ്മുടെ കൊട്ടാരത്തിൽ കഴിയുന്നത് യഥാർത്ഥ അരുണല്ല. അപ്പോ അതാരാ? ഭൈരവി. ഭൈരവി തന്നെയാ. അവൾ കാലചക്രങ്ങൾ കൈക്കലാക്കാനായി രൂപമാറ്റ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അരുണിന്റെ രൂപത്തിലേക്ക് മാറി അഭിനയിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ. ഗംഗയ്ക്ക് അത് അറിയാവുന്നത് കൊണ്ടായിരിക്കും അവളിത് പുറത്തു പറയാനാവാതെ മനപ്രയാസപ്പെടുന്നേ. അതുമാത്രമല്ല ജാനകി, ഈ കിണറ്റിൽ ഞാൻ അടച്ചു വെച്ചിരുന്ന ആത്മാവ് ഇപ്പൊ മായയുടെ ശരീരത്തിലാണുള്ളത്. അതുകൊണ്ട് മാത്രമാ അരുണിന്റെ രൂപത്തിൽ കഴിയുന്ന ഭൈരവി അവളെ സമാധാനിപ്പിച്ച ഉടൻ അവൾ കടിമയായി മാറിക്കൊണ്ട് കവിത സമാധാനപ്പെട്ടത്. കവിതയുടെ ആത്മാവും ഭൈരവിയും എവിടെയാണെന്നറിയാതെ നമ്മൾ ഒരുപാട് തെരഞ്ഞതല്ലേ. ഇപ്പൊ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് അവരെ എത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ നോക്ക്. എന്നാ അതിനേക്കാളൊക്കെ പ്രധാനം അരുണേട്ടൻ ഇപ്പൊ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നീ അതോർത്ത് വിഷമിക്കേണ്ടതില്ല. ഭൈരവിയാണ് അരുണെന്നുള്ളത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവളുടെ വഴിയിലൂടെ തന്നെ പോയി അരുണിനെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കും ഞാൻ. അവനെ കണ്ടുപിടിച്ച ഉടൻ ആ ഭൈരവിയുടെ സർവനാശമാണ്. നന്ദിനി, ആഗ്രഹിച്ച് നടന്ന കാലചക്രവും സ്വന്തം രൂപവും നഷ്ടപ്പെട്ടതിന്റെ പേടിയിലാണോ ഭൈരവി? ഞാൻ ഭൈരവിയാണെന്ന് നിനക്കങ്ങനെ മനസ്സിലായി? നീ കാലചക്രം ഉപയോഗിച്ച് രൂപം മാറിയ വിവരം മറ്റുള്ളവർ അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ കാലചക്രങ്ങളുടെ കാവൽക്കാരിയായ എനിക്ക് അത് നിഷ്പ്രയാസം മനസ്സിലാകും. അരുണിന്റെ രൂപം ധരിച്ച് നീ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നെ തേടി അലയേണ്ടി വന്നില്ല. എന്റെ ജോലി എളുപ്പമായി. നീ കരുതുന്ന പോലെ ആ കാലചക്രം എന്റെ കയ്യിലില്ല. അതെന്റെ കയ്യിൽ നിന്ന് ആരോ അപഹരിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. നീ പേടിക്കേണ്ട ഭൈരവി. നിന്റെ കയ്യിൽ കാലചക്രമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ നിന്നെ ഉപയോഗിച്ചാണ് ഞാൻ രാജശേഖരന്റെ കയ്യിലുള്ള കാലചക്രം എടുക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ല അല്ലേ? നീ ഭൈരവിയാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയൂ. പക്ഷെ രാജശേഖരന് നീ അയാളുടെ മകൻ അരുണാണ്. സ്വന്തം മകൻ തന്റെ കൺമുമ്പിൽ വെച്ച് വേദന കൊണ്ട് പൊളയുന്നത് കണ്ടാൽ ഒരച്ഛനും താങ്ങാനാവില്ല. അരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നന്ദിനി? അരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ?
അച്ഛാ, അച്ഛാ, അരുണേട്ടൻ. എന്താ മോളെ പറ്റി? എന്തിനാ കരയുന്നേ? ആ പാമ്പ്, നന്ദിനി പാമ്പ് വന്ന് അദ്ദേഹത്തെ കൊത്തി അച്ഛാ. അദ്ദേഹം ജീവന് വേണ്ടി പോരാടാണ് അച്ഛാ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്താ മോളെ നീ പറയുന്നേ? അരുൺ, വേഗം വാ. കണ്ടോ? അരുൺ, അരുൺ. അരുണേട്ടാ. അയ്യോ. മോനെ, അരുൺ, മോനെ. എനിക്ക് പേടിയാവുന്ന അച്ഛാ. എന്നോടുള്ള ദേഷ്യത്തിനാണ് നന്ദിനി നിന്നെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ? എനിക്ക് കണ്ണു തുറന്ന് നോക്കരുണേട്ടാ.